നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ മുതുവല്ലൂർ എന്നൊരു ഗ്രാമപ്രദേശത്താണ്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 10-ൽ പരം വർഷമായി ഫുഡ് പ്രൊഡക്റ്റ് മേഖലയിലും അതുപോലെ തന്നെ ഹെർബൽ പ്രൊഡക്റ്റ് മേഖലയിലും കേരളത്തിൽ തന്നെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ മികച്ച വിജയം നേടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമുണ്ട്. പറഞ്ഞു വരുന്നത് ജീവൻ ഹെർബൽസിനെ കുറിച്ചാണ്. ഈ ഒരു സ്ഥാപനം ഏകദേശം 10-ൽ പരം വർഷമായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ഉപഭോക്താക്കൾക്ക് അവരുടെ ആവശ്യാനുസൃതമുള്ള ഫുഡ് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ഹെർബൽ പ്രൊഡക്റ്റുകളും നിർമ്മിച്ചു നൽകുന്നു. ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയവും അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ പങ്കുവെക്കുവാൻ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ റഹ്മാൻ ആനക്കച്ചേരി സാർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രയുടെ വിജയം തീർച്ചയായിട്ടും നമ്മളോടൊപ്പം അദ്ദേഹം പങ്കുവെക്കും. ഇതിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകതകൾ, തുടക്കം, അതുപോലെ തന്നെ ഈ ഒരു വിജയയാത്ര മൊത്തം നമ്മളോട് പങ്കുവെക്കാൻ അദ്ദേഹം ഒരു അല്പസമയം നമ്മളോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ റഹ്മാൻ ആനക്കച്ചേരി സാറിന്റെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം സാർ, വളരെയധികം സന്തോഷം. കാരണം 10 വർഷമായതേ ഉള്ളൂ താങ്കളുടെ ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു കടന്നുവരവ്. ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ കേരളത്തിൽ തന്നെ മികച്ച ഒരു ബ്രാൻഡായി മാറുവാൻ താങ്കൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ജനങ്ങളുടെ ആ ഒരു വിശ്വാസ്യതയും സ്നേഹവും പിടിച്ചു പറ്റുവാനും താങ്കളുടെ ഈ ഒരു ബ്രാൻഡിനെ കൊണ്ട് സാധിച്ചു. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള സാറിന്റെ കടന്നുവരവും അതുപോലെ തന്നെ തുടക്കവും എങ്ങനെയാണ്? അതിനെക്കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, നമസ്കാരം. ഞാൻ 2011-12 വർഷങ്ങളിലാണ് ഞാൻ ജീവൻ ഹെർബൽസ് എന്ന ഈ ഫുഡ് പ്രോഡക്റ്റ് യൂണിറ്റിന്റെ ഒരു പ്രവർത്തനം തുടങ്ങുന്നത്. പഴയ ഒരു ആയുർവേദ മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ കൈമുതലാക്കി ഞാൻ ആ ഒരു മാർക്കറ്റിലുള്ള ഒരു ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹെർബൽ പ്രോഡക്റ്റുകളും അതുപോലെ മില്ലറ്റ് പ്രോഡക്റ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സാണ് ജീവൻ എന്ന ഒരു ബ്രാൻഡിൽ ഞാൻ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്. ആദ്യത്തിൽ 1-2 പ്രോഡക്റ്റുകൾ മാത്രമാണ് ഞാൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്. അത് റാഗി പൗഡർ, റാഗി പുട്ടുപൊടി, ചാമ റൈസ്, അങ്ങനത്തെ പ്രോഡക്റ്റുകളാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എന്ന് മനസ്സിലാക്കി മാർക്കറ്റ് ചെയ്ത് തുടങ്ങി. അത് മാർക്കറ്റിൽ എത്തിച്ചപ്പോൾ എനിക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിലും ആദ്യത്തിൽ തന്നെ എനിക്ക് നല്ല ആത്മവിശ്വാസം തോന്നി. മാർക്കറ്റിൽ ജനങ്ങൾ ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. ജനങ്ങൾക്ക് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആ മാർക്കറ്റിൽ ആദ്യമായി എത്തുന്നത്. സാറിന്റെ ഒരു ആത്മവിശ്വാസം താങ്കളുടെ ഈ ഒരു മാർക്കറ്റിംഗിലുള്ള ഒരു അനുഭവമായിരുന്നു. ആ ഒരു അനുഭവത്തിൽ കൂടിയാണ് താങ്കൾ ജീവൻ എന്ന ഈ ഒരു ബ്രാൻഡിലേക്കുള്ള തുടക്കം. തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു വിജയത്തിലേക്ക് എത്തിയപ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയാണ് താങ്കൾക്ക് തോന്നിയത്. ഈ ഒരു അവസരത്തിൽ താങ്കൾ ആദ്യമായി തുടങ്ങിയ ആ ഒരു പ്രൊഡക്റ്റുകൾ, താങ്കൾ സ്വന്തമായിട്ട് ജീവൻ ബ്രാൻഡിൽ തുടങ്ങിയ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആദ്യമായി താങ്കൾ അത് എത്തിച്ചതും അല്ലെങ്കിൽ അത് വിപണനം നടത്തിയതും? ആദ്യമായിട്ട് ജീവൻ ഉൽപ്പാദിപ്പിച്ചത് ഈ മില്ലറ്റ്സിന്റെ പ്രൊഡക്റ്റ്, ചെറുധാന്യങ്ങൾ എന്നുള്ള ഒരു കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളാണ്. ജനങ്ങൾക്ക് ആരോഗ്യദായകമായിട്ടുള്ള ഒരു ഭക്ഷ്യോൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് ചാമ, റാഗി, തെന, വരക് ഈ ആദ്യ പ്രോഡക്റ്റുകളാണ് ആദ്യമായിട്ട് മാർക്കറ്റിൽ എത്തിച്ചത്. റാഗി, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റുകൾക്ക് റാഗി പൗഡർ, പിന്നെ ഡയബറ്റിക് ഷുഗർ പേഷ്യൻസിന് വേണ്ടിയിട്ട് റാഗിയുടെ പുട്ടുപൊടി, പിന്നെ റാഗിയുടെ മറ്റ് പ്രോഡക്റ്റുകളും, അതുപോലെ തന്നെ ചാമ, വരക്, തെന, ഇങ്ങനെ നവര റൈസ്, ഇങ്ങനത്തെ പ്രോഡക്റ്റുകളാണ് മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇറക്കിയത്. ഈ ആദ്യമായി മാർക്കറ്റിൽ ഇറക്കിയ സാധനങ്ങൾ തന്നെ അതൊരു വിജയം, സക്സസ് ആയി മാറിയപ്പോൾ തന്നെ ആത്മവിശ്വാസം കൂടി. പുതിയ പ്രൊഡക്റ്റുകളിലേക്ക് ഇറങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഉത്തേജനം താങ്കൾക്ക് നൽകുകയുണ്ടായി അല്ലേ? ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ പുതിയ എല്ലാ മേഖലകളിലും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് മില്ലറ്റ്. എന്താണ് ആ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാറിന്റെ ബ്രാൻഡിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ ജീവന്റെ ബ്രാൻഡിൽ ഇറങ്ങുന്ന മില്ലറ്റുകൾ ഏതൊക്കെ തരത്തിലുള്ള ഐറ്റംസ് ആണ്? അതിന്റെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്? മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ 2023 വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് UNO തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ വർഷം 23 വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് ലോകമെമ്പാടും ആചരിച്ചു വരുന്നൊരു വർഷമായിരുന്നു. അതിനു മുമ്പ് തന്നെ ജീവൻ മില്ലറ്റ്സ് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മില്ലറ്റ്സിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളിയുടെ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളരിയുടെ ഉപയോഗമാണ്. വെള്ളരി ഉപയോഗം കാരണം കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഇൻടേക്ക് ചെയ്തതിന് കാരണമായിട്ട് നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ ഇതുമാതിരിയുള്ള പല അസുഖങ്ങളും ഈ ഒരു ഭക്ഷണ രീതി കൊണ്ട് തന്നെ ജനങ്ങൾക്ക് വന്നു വഹിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനൊരു ജനങ്ങൾക്കൊരു പരിഹാരം എന്നോണമാണ് ജീവൻ
മില്ലറ്റ്സ് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിച്ചത്. അതിൽ പ്രധാനമായിട്ടും ഈ ചാമ എന്നുള്ള പ്രോഡക്റ്റ്, അതുപോലെ തന്നെ റാഗി പ്രോഡക്റ്റുകളെ ആണ് മാർക്കറ്റിൽ എത്തിച്ച് നമ്മൾ വിജയം വരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മില്ലറ്റ് പ്രൊഡക്റ്റുകൾ മികച്ച വിജയത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോകുന്നു. ഒരുപാട് ആവശ്യക്കാരേറുന്നു. പ്രത്യേകിച്ചും മലയാളികളുടെ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റുള്ള പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ജീവന്റെ ബ്രാൻഡിൽ ഇറങ്ങുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? താങ്കളുടെ ഓർമ്മയിലുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് പറയാൻ കഴിയുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? അതായത് ഞാൻ 3-4 കാറ്റഗറി പ്രോഡക്റ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ബേബി ഫുഡ്, ബേബീസിനുള്ള പ്രോഡക്റ്റ്, കുട്ടികൾക്കുള്ള പ്രോഡക്റ്റുകൾ എന്നോണം. അതിൽ ഈ കണ്ണൻ കായപ്പൊടി, അതുപോലെ തന്നെ നവര റൈസ് പൗഡർ, അതുപോലെ തന്നെ സൂചി ഗോതമ്പ്, ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ, കുട്ടികൾക്കുള്ള പ്രോഡക്റ്റുകൾ, അത് വളരെ ഹൈജീനിക് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ ജീവൻ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനുള്ള പ്രോഡക്റ്റായിട്ട് ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, വെയിറ്റ് ലോസിനൊക്കെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ്. യങ്സ്റ്റേഴ്സ് നന്നായിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റായിട്ട് മനസ്സിലാക്കി. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഹെൽത്ത് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റുകളായിട്ടുള്ള ഹെന്ന പൗഡർ, ചെറുപയർ പൊടി, നീലേമരി പൗഡർ, അലോവേര ജെല്ല്, അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, ഇങ്ങനത്തെ പ്രോഡക്റ്റുകളും ജീവൻ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. സർ, അതുപോലെ തന്നെ കൂടുതലും ഈ ഫുഡ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ജീവന്റെ ഔട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ മനുഷ്യർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് താങ്കളുടെ സ്ഥാപനത്തിൽ നിന്നും ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നമ്മളുടെ പ്രൊഡക്റ്റുകൾ കൊണ്ട് അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ മനുഷ്യ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ തരം ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകും. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം തന്നെ ആഹാരമാണ്. നല്ല ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതായത് ഭക്ഷണ രീതി, നമ്മുടെ ഒരു ഫുഡ് കൾച്ചർ എന്ന നിലയ്ക്ക് നമ്മുടെ മലയാളിയുടെ ഭക്ഷണ രീതി മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നല്ല ഭക്ഷണം, നല്ല രക്തവും നല്ല ഹൃദയവും നല്ല ശരീരവും നല്ലൊരു സമൂഹത്തെയും വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ പ്രാപ്തരാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വേണം വളർന്നു വരാൻ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് റേഞ്ചാണ് ജീവൻ ജനങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്. സാറിന്റെ ഓരോ വാക്കുകളും സത്യത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ വിളിച്ചറിയിക്കുന്ന ഓരോ വാക്കുകളാണ് താങ്കൾ പറയുന്നത്. ഈ ഒരു ജീവന്റെ പ്രൊഡക്റ്റുകൾ അവരുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് തന്നെ അവരെ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് താങ്കളുടെ ഏറ്റവും കൂടുതലായിട്ടും പുറത്തു പോകുന്നതും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റിംഗ് വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് രീതി, വിപണന രീതി എങ്ങനെയാണ് താങ്കൾ കൈക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ജീവന്റെ പ്രൊഡക്റ്റുകൾ ലഭ്യമാകുന്നുണ്ട്? ജീവന്റെ മാർക്കറ്റിംഗ് സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ ജീവൻ വളരെ ഹൈജീനിക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ ജീവൻ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഈ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ആയുർവേദിക് ഷോപ്പുകൾ, ജനറൽ സ്റ്റോറുകൾ വഴിയാണ്. അതിൻ്റെ സ്വന്തം സപ്ലൈ ചെയിൻ വഴിയാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിലവിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ മെയിനായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും അത് കയറ്റി എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ജീവൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, അതുപോലെ തന്നെ ഈ ഒരു മേഖല വളരെയധികം റിസ്കോടുകൂടി അല്ലെങ്കിൽ വളരെയധികം മത്സര ബുദ്ധിയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്, പ്രത്യേകിച്ച് ഒരു ഫുഡ് പ്രൊഡക്റ്റ് മേഖലയായതുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. ഇപ്പോൾ ജീവൻ എല്ലാ കാര്യത്തിലും മുൻപന്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് താങ്കളുടെ ഈ അനുഭവം കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? താങ്കളുടെ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ രീതിയിലുള്ള പാക്കിംഗ് ആയാലും അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ മേഖലയിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുഡ് ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി, ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ നല്ല ഗുണനിലവാരത്തിൽ എല്ലാവർക്കും എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോടും ഈ വരാൻ പോകുന്നവരോടും എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ അത് ശരിയായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയി വിജയിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫുഡ് പ്രൊഡക്റ്റ് പോലെ തന്നെ താങ്കളുടെ ഏറ്റവും മികച്ച രീതിയിൽ അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഹെർബൽ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ജീവൻ ഹെർബൽസിന്റെ പേരിൽ ഇറങ്ങുന്ന, ബ്രാൻഡിൽ ഇറങ്ങുന്ന ഹെർബൽ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവർക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണുള്ളത്? ജീവൻ പ്രധാനമായിട്ടും മാർക്കറ്റിൽ എത്തിക്കുന്ന ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഒരു 10-25ഓളം പ്രോഡക്റ്റുകളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഹെന്ന പൗഡർ, നീലയമരി പൗഡർ,
കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, മുൾട്ടാണി മിട്ടി, അലോവേര ജെല്ലി, അലോവേര പൗഡർ, റോസ് പൗഡർ, ഓറഞ്ച് പൗഡർ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് റേഞ്ചാണ് ജീവൻ മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രേക്ഷകർ നന്നായിട്ട് സ്വാഗതം ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളുമാണ്. സാർ, അതുപോലെ തന്നെ ഈ ഒരു മേഖല സത്യത്തിൽ മികച്ച രീതിയിലും അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഫുഡ് പ്രൊഡക്റ്റിന് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംരംഭത്തിനും നമ്മുടെ പൊതുമേഖലയിൽ നിന്ന് അല്ലെങ്കിൽ പൊതുബോധത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഒക്കെ നമുക്ക് എത്രമാത്രം ലഭ്യമാണ്. നമ്മൾ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സഹകരണ മനോഭാവം അവരിൽ നിന്നുണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇതിന് വളരെ സപ്പോർട്ടീവാണ്. പക്ഷേ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. കാരണം മനുഷ്യന്റെ മലയാളിയുടെ ഭക്ഷണരീതി എന്ന വെള്ള അരി കൊണ്ടുള്ള ഒരു ഭക്ഷണരീതി, ഒരു ഭക്ഷണരീതി അതാണല്ലോ. ആ ഭക്ഷണരീതിയിൽ മാറാൻ മലയാളിക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട, ഡോക്ടേഴ്സ് പോലും സപ്പോർട്ട് ചെയ്യുന്ന നിർദ്ദേശിക്കുന്ന മില്ലറ്റ്സ് ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് ആവുന്നില്ല എന്നാണ്. കാരണം അതിൻ്റെ ടേസ്റ്റ്, മറ്റ് കുക്കിങ്ങിൻ്റെ രീതി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്നോണമാണ് ജീവൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നമുക്ക് നല്ല സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ വ്യവസായ കേന്ദ്രം, അതുപോലെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പോലത്തെ സപ്പോർട്ടീവായിട്ടുള്ള നല്ല സപ്പോർട്ട് നമുക്ക് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അവർ വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട പോരായ്മകളൊക്കെ നികത്താനുള്ള എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷവാനാണ്, നന്ദിയുള്ളവരാണ്. ഓക്കെ, ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഇവന്റെ ഒരുപാട് ആവശ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നും കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്നും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫീഡ്ബാക്ക് എന്നുള്ള നിലക്ക്. അപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഇപ്പോഴത്തെ കാലത്തെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിലുള്ള ഭക്ഷണ രീതിക്ക് മാറണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഷുഗർ, കൊളസ്ട്രോള്, ഫാറ്റ് ലിവർ മുതലായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവൻ മില്ലറ്റ്സിന്റെ ഒരു സംയുക്തം, അതായത് ചാമ, റാഗി, തെന, വരകി, ചോളം തുടങ്ങി 10ലധികം മില്ലറ്റുകളുടെ ഒരു ചെറുധാന്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പൗഡർ ഫോം രീതിയിൽ വളരെ ഹൈജീനിക് ആയിട്ട് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അത് ദോശ, ഇഡലി, അപ്പം തുടങ്ങി സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ പ്രോഡക്റ്റാണ്. അത് ഉടനെ തന്നെ മാർക്കറ്റിലെത്തും. അത് കേരളവും അതുപോലത്തെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു ഇന്റർനാഷണൽ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ജീവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റു പ്ലാനുകളൊക്കെ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും. എല്ലാവിധ സപ്പോർട്ടും ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്ന് തന്നെയാണ് ജീവൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ജീവന്റെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ ഒരുപാട് മേഖലകളിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും ജീവന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുക, അതുപോലെ തന്നെ മലയാളികൾ എവിടെ ഉണ്ടോ, ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെയെല്ലാം ജീവന്റെ ഒരു പ്രൊഡക്റ്റ്, ജീവന്റെ ബ്രാൻഡിലുള്ള ഒരു പ്രൊഡക്റ്റ് എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. നമ്മളുടെയും സപ്പോർട്ടും സഹകരണവും തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടും സഹകരണവും തീർച്ചയായിട്ടും ഉണ്ടാകണം. ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് എങ്ങനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം, അത് എങ്ങനെ അത് വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് കൃത്യമായിട്ടും നമ്മളുടെ മുന്നിൽ തെളിയിച്ചു തന്നാണ് ശ്രീ റഹ്മാൻ സാർ. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തനം, നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ പല മേഖലകളിൽ നിന്ന് കിട്ടുമെങ്കിലും അതിന്റെ ഒരു ഹൈജീനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നിലനിർത്തി അതിന്റെ പാക്കിങ് വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധിച്ച് പുറത്തിറക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ജീവന്റെ ഓരോ പ്രൊഡക്റ്റുകളും. അതിപ്പോൾ വടക്കൻ മലബാർ ജില്ലകൾ മുഴുവനും ഇത് വ്യാപിച്ചിട്ടുണ്ട്. അടുത്ത സമയങ്ങൾക്കുള്ളിൽ തന്നെ കേരളം ഒട്ടാകെയും അതുപോലെ തന്നെ ഇന്ത്യക്ക് അകത്തും മറ്റുള്ള സംസ്ഥാനങ്ങളിലും മിഡിൽ ഈസ്റ്റിലും നെക്സ്റ്റ് ടൈം ഉടനെ തന്നെ മിഡിൽ ഈസ്റ്റിലും അത് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ അതും മലയാളികളായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവർക്കും ജീവന്റെ പ്രൊഡക്റ്റ് എത്തിക്കും എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി താങ്കളെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.